തക്കാളിയും വെണ്ടയും വഴുതനയും പച്ചമുളകുമെല്ലാം വിളഞ്ഞിട്ടുണ്ട് കർണാടകയിലെ പാടങ്ങളിൽ. കേരള വിപണിയിൽ പച്ചക്കറിക്ക് തീവിലയുള്ളപ്പോൾ ഇവിടുത്തെ കർഷകർക്ക് ലഭിക്കുന്നത് തുച്ഛമായ തുക മാത്രം. തക്കാളി വന്നിട്ട് ഇന്നലെ 2 രൂപ 1 രൂപ ഇങ്ങനെ നടന്നു. ഇത് വന്നിട്ട് 8 രൂപ 9 രൂപ പയർ, ബീൻസ് വന്നിട്ട് 20 രൂപ. ഇവിടെ നമ്മൾ വിൽക്കുന്നത് മാർക്കറ്റ് റേറ്റ് വന്നിട്ട് 8 രൂപ 10 രൂപ ദേവിയാണ്. പിന്നെ വെണ്ടക്ക ഉണ്ട്, വെണ്ടക്ക വന്നിട്ട് 6 രൂപ ഇന്നൊക്കെ 6 രൂപ ആണ്. പിന്നെ ബീട്രൂട്ട് 4 രൂപ, അങ്ങനെ തക്കാളി 2 രൂപ, കിഴങ്ങ് 12 രൂപ, അങ്ങനെ മാർക്കറ്റ് നടക്കുന്നുണ്ട്. 3 മുതൽ 6 മാസം വരെയാണ് പച്ചക്കറികൾ വിളയിച്ചെടുക്കാൻ വേണ്ടത്. ഓണവിപണി ലക്ഷ്യമിട്ട് നേരത്തെ തന്നെ വിത്തിട്ടു. മഴ കുറഞ്ഞെങ്കിലും കുഴൽക്കിണറുകളിലെ വെള്ളം ഉപയോഗിച്ച് ഇത്തവണ കൃഷി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയിലധികം പ്രദേശത്ത് ഇക്കുറി കൃഷി ഇറങ്ങി. ഇതാണ് വില കുറയാൻ പ്രധാന കാരണമായത്. ഇവിടെ ഇത് 10 രൂപ കൊണ്ടുവന്ന ആൾ ഒരു 15 രൂപയ്ക്ക് വേറെ ആൾക്ക് കൊടുക്കും. ആൾ കൊണ്ടുപോയിട്ട് റീറ്റെയിൽ വേറെ ആൾക്ക് കൊടുക്കും. അത് കൊണ്ടുവന്നിട്ട് പിന്നെ റീറ്റെയിൽ ആൾക്കാർ ജാസ്തി വില പകുതി വില ആക്കും. പല കൈകൾ മറിഞ്ഞാണ് കർണാടകയിൽ നിന്നും കേരള വിപണിയിൽ പച്ചക്കറികൾ എത്തുന്നത്. എല്ലാവരും പരമാവധി ലാഭമെടുക്കുന്നതോടെ മലയാളിയുടെ ഓണത്തിന് വില കൂടുകയാണ്. കർണാടകയിൽ നിന്നും കേരളത്തിലെ വിപണിയിലേക്ക് പച്ചക്കറികൾ എത്തുമ്പോൾ 5 മുതൽ 15 ഇരട്ടി വരെയായാണ് വില വർദ്ധിക്കുന്നത്. ഇടനിലക്കാർക്ക് ലഭിക്കുന്ന തുക പോലും ഇവിടെ വിത്തിറക്കി വിളയിക്കുന്ന കർഷകന് ലഭിക്കുന്നില്ല. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ അനിലും ബഷീറിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1.